നമസ്കാരം, എല്ലാവർക്കും കിസ് ഫോറിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലാല ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ക്വിസാണ്. അതിന്റെ 2ാം പാർട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കാണാത്തവർ അവിടെ പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം. കൂടാതെ എത്ര സ്കോർ കിട്ടിയെന്നും കൂടി ഒന്ന് കമന്റ് ചെയ്തിടാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഒരു കുട്ടി, ഒരു പേന, ഒരു അധ്യാപകൻ, ഒരു പുസ്തകം എന്നിവ കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാം എന്ന് മലാല പറഞ്ഞത് എവിടെ വെച്ചാണ്? ഉത്തരം ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗത്തിൽ. 2ാമത്തെ ചോദ്യം, ഏത് മേഖലയിലാണ് മലാല ആദ്യം പ്രസിദ്ധയായത്? ഉത്തരം BBC-ക്ക് വേണ്ടി ബ്ലോഗിൽ എഴുതിയപ്പോൾ. 3ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര മലാല ദിനം ആചരിച്ചത് എന്ന്? ഉത്തരം 2012 നവംബർ 10. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനം അനുസരിച്ചാണ് അന്താരാഷ്ട്ര മലാല ദിനം ആചരിച്ചത്. 4ാമത്തെ ചോദ്യം, മലാലയുടെ ബ്ലോഗിന്റെ പേരെന്താണ്? ഉത്തരം ഗുൽമക്കായി. 5ാമത്തെ ചോദ്യം, 2015ഓടെ ലോകത്തിലെ എല്ലാ പെൺകുട്ടികളെയും വിദ്യാലയത്തിൽ എത്തിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രചരണ പരിപാടിയുടെ മുദ്രാവാക്യം എന്ത്? ഉത്തരം ഞാനും മലാല. 6ാമത്തെ ചോദ്യം, മലാലയുടെ ഡയറി കുറിപ്പുകൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കൃതിയുടെ പേര്? ഉത്തരം മലാല യൂസഫ്സായ്, ഒരു പാകിസ്ഥാൻ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ജീവിതക്കുറിപ്പുകൾ. ചോദ്യം നമ്പർ 7, പാകിസ്ഥാനിലെ ദേശീയ ശാന്തി സമാധാന സമ്മാനം മലാലയ്ക്ക് ലഭിച്ച വർഷം? ഉത്തരം 2011. 8ാമത്തെ ചോദ്യം, കുട്ടികൾക്കുള്ള അന്താരാഷ്ട്ര ശാന്തി സമ്മാനം മലാലയ്ക്ക് ലഭിച്ച വർഷം? ഉത്തരം 2011. ചോദ്യം നമ്പർ 9, വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് മലാല ആദ്യമായി പൊതുവേദിയിൽ സംസാരിച്ചു തുടങ്ങിയത്? ഉത്തരം 2008 സെപ്റ്റംബറിലാണ്. 10ാമത്തെ ചോദ്യം, BBC ഉറുദു ബ്ലോഗിൽ പ്രത്യക്ഷപ്പെട്ട മലാലയുടെ ആദ്യ ബ്ലോഗ് എന്നായിരുന്നു? ഉത്തരം 2009 ജനുവരി 3. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്ര സ്കോർ കിട്ടിയെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തിടാം. അതേപോലെ നിങ്ങൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കിൽ ക്വിസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ടോപ്പിക്കാണെന്നൊന്ന് കമൻറ്റ് ചെയ്തിടാം. നമ്മൾ അതിനെക്കുറിച്ച് ക്വിസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.